അപ്പം ഇങ്ങോട്ട് നോക്കേണ്ട മനസ്സ് അങ്ങോട്ട് നോക്കി. ഞങ്ങൾ ഇന്നൊരു മീൻ മസാലയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട കൂട്ടുകളാണ് അതൊക്കെ. അത് നമ്മൾ മുളക് പൊടി എടുക്കുക. മുളക് പൊടി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇടുക. പെരുംജീരകം ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം ഇട്ട് കൂട്ടി വഴറ്റി ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിങ്ങനെ ഇതുപോലെ ആക്കി ഇങ്ങനെ ഒരു പേസ്റ്റ് രീതിയിലാക്കണം. ഇതാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ മീൻ മസാല ഉണ്ടാക്കുന്ന ഇതിലൊരു സംഭവമാണ്. അപ്പം ഞാൻ മസാലയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മസാലയൊക്കെ മൊത്തത്തിൽ ഇതിലേക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ കൂട്ട്. അതായത് ചെറിയ ഉള്ളി, വലിയ ഉള്ളി, തക്കാളി, പിന്നെ ഇഞ്ചിക്കല്ല് എന്ന് പറഞ്ഞിട്ടൊരു കല്ലുണ്ട്. ആ കല്ലിലിട്ടിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കുത്തി ചതച്ച് സെറ്റപ്പ് ആക്കിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിത് ഇന്നത്തെ മസാല നമ്മൾ മീനിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. അടിപൊളിയായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുകയാണ്, അല്ല സെറ്റാക്കുകയാണ്. അപ്പോൾ മീൻ മസാല ഇങ്ങനെ സെറ്റാക്കി വെച്ചൊരു അരമണിക്കൂറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലൊരു പരുവാക്കിയിട്ട് സെറ്റാക്കുക. അതിനുശേഷം നമ്മൾ ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് ചെറിയ ഉള്ളി അങ്ങോട്ട് തള്ളി കൊടുക്കുക. ചെറിയ ഉള്ളി തള്ളി കൊടുത്തതിന് ശേഷം നമ്മൾ അടിപൊളിയായിട്ട് അതിന് ശേഷം വലിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് തട്ടി കൊടുക്കുക. ആ തട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ അതിങ്ങനെ ഇളക്കി കുത്തി മറിച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇഞ്ചിക്കല്ലിലിട്ട കുത്തി ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെന് ശേഷം നമ്മൾ തക്കാളി ഇട്ടിട്ട് അത് നന്നായിട്ട് ഇങ്ങോട്ടൊരു പരുവം, അതായത് ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇളക്കി സെറ്റാക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ അതൊരു കളറിന് വേണ്ടിയിട്ട് നമ്മളൊന്നിങ്ങനെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കളർ ഇങ്ങനെ വരും, നല്ല കളർ, അടിപൊളിയായിട്ട് കളർ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതൊന്നവിടെ അടച്ചു വെക്കും. അടച്ചു വെച്ചതിന് ശേഷം നമ്മളതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും. കാണുമ്പോൾ തന്നെ നമ്മുടെ നാവിലിങ്ങനെ വെള്ളം ഊറി നിൽക്കുകയാണ്. ഒരു 1.5 ഊറിലാണ്. എൻ്റെ പൊന്നെ, ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 1.5 ടേസ്റ്റ് സാധനമാവും. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യും, നമ്മൾ ആ മീൻ മസാല ഇട്ട് വെച്ച സാധനം ഇതുപോലെ ഇങ്ങോട്ട് സെറ്റാക്കി അങ്ങനെ അടിപൊളിയാക്കി ഇങ്ങനെ വരിക്ക് ഇങ്ങനെ സെറ്റാക്കി അവരിങ്ങനെ നല്ല മെത്തയിൽ കിടത്തിയ പോലെ ഇങ്ങനെ ആ മസാലയുടെ മേലെ ഇങ്ങനെ സെറ്റാക്കി കിടത്തുക. എന്നിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ഒന്നിങ്ങനെ അടക്കുക. അതിനുശേഷം ഒന്നിങ്ങോട്ട് അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തുറക്കുമ്പോൾ കണ്ടെൻ്റെ പൊന്നോ, അത് കാണുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ നാവിലിങ്ങനെ വരുന്നില്ലേ നിങ്ങളെ. അപ്പം നമ്മൾ എന്തായാലും ഇന്നത്തെ അടിപൊളി സാധനമാണ്, കണ്ടു നോക്കി നിങ്ങൾ. 1.5 സാധനമാണ് കണ്ട നമ്മൾ ആ മീൻ മസാല എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ ചോറിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 1.5-2 കിണ്ണം ചോറങ്ങനെ തട്ടിക്കയറ്റാം. നമ്മളൊരു 1.5 മീൻ മസാലയാണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഇതൊന്ന് കഴിച്ചു നോക്കി. 1.5 സാധനമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി ഈ സാധനം മീൻ വാങ്ങുമ്പോൾ നമ്മൾ മീൻ മസാല ഉണ്ടാക്കല്ലേ എന്ന് നമ്മൾ വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി.